എല്ലാ സ്ഥലത്തും ഉണ്ട്. 10:30 മണിയായിരുന്നു. ഇത് മൈൻഡ് ചെയ്യേണ്ട സമയമല്ലേ? അവരെ വിളി കൈവിട്ട് കളി. ആരാണ് നിർത്തിയേട്ടാ, പ്രോഗ്രാം നിർത്തിയേട്ടാ. എന്താ സാറേ? അല്ലെ പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നമുണ്ടെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? അവിടെ ആരോടെ പറഞ്ഞിട്ട് പ്രശ്നമുണ്ട്. ഞാൻ ഡ്രസ് മാറ്റിക്കൊണ്ടിരുന്നപ്പോഴേ ഇവിടെ എവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതെ തന്നെ സാറേ, എന്റെ അടുത്ത് ഒന്ന് നമ്പർ ചോദിച്ചു. നമ്പർ ചോദിച്ചു. ഹലോ എഴുന്നേറ്റ് ഇങ്ങോട്ട് കാണട്ടെ. നമ്പർ ചോദിച്ചു. നമ്പർ കൊടുത്തു ഞാൻ. തന്നോ? പിന്നെ തന്നില്ലേ? യോ ദൈവമേ, നമ്പർ വാങ്ങിച്ചോണ്ട് വേണ്ടി എന്ത് ചെയ്തെന്നറിയാമോ? എനിക്കൊരു 100 ലവ് അയച്ചിരിക്കുന്നു വാട്സപ്പില്. അതിനുള്ള ആരോഗ്യമൊക്കെ ഈ ശരീരത്തുണ്ടാണ്. ഉണ്ടോ? ഉണ്ട്. എനിക്കെങ്ങനെ അറിയാം ഉണ്ടോ? എന്നിട്ട് പിന്നെ എനിക്ക് മെസ്സേജ് അയക്കല്ലേ, ഭർത്താവ് ഉണ്ടോന്ന്. ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ലാലേട്ടൻ കളിക്കാതെ നിങ്ങൾ അയച്ച മെസ്സേജിന്റെ കാര്യം മര്യാദയ്ക്ക് പറ. അതൊന്ന് പറഞ്ഞോ സാറേ. എന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കുവാണ്, നാളെ വൈകുന്നേരം ഞാൻ ദോശമാവ് വാങ്ങിച്ചോണ്ട് വീട്ടിലോട്ട് വരട്ടാന്ന്. മാവാട്ടലുണ്ടോ? ഇല്ല, പുള്ളിക്കില്ല. ഞാൻ എന്റെ ദോശമാവ് തിന്നാതെ കിടക്കണം. അതെ, ചിലപ്പോ നിങ്ങൾക്ക് ആള് മാറിപ്പോയതായിരിക്കും. അത് തന്നെ. അപ്പൊ ഒരു കാര്യം ചെയ്യും, പിന്നെ നോക്കാം. അത് കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് സ്റ്റേഷനിലോട്ട് വരണം കേട്ടാ. ശരി, വരാം. കാട്ടുമരത്തിന്റെ മനമുറിഞ്ഞ് കാട്ടുഭൂതങ്ങൾ വനം നിറഞ്ഞ് എന്താ തോക്കുകൾ മന്ത്രമോതുമ്പോൾ അമ്മ കിളി കരഞ്ഞ്. കാട്ടുമരത്തിന്റെ മനമുറിഞ്ഞ് കാട്ടുഭൂതങ്ങൾ വനം നിറഞ്ഞ് എന്താ തോക്കുകൾ മന്ത്രമോതുമ്പോൾ അമ്മ കിളി കരഞ്ഞ്. വനമകളൊരു തീനിന്റെ മാറ തുളഞ്ഞല്ലോ, മനവും തകർന്ന പെരുങ്കാട് കരഞ്ഞല്ലോ, അല്ലെങ്കിൽ ഒരു വിടവും മരിപ്പിരണം നിറഞ്ഞു അരുந்த പുൽ കരഞ്ഞല്ലോ. പൂങ്കാവനത്തിലോ പോര് അത് കാണുന്നത് കരളമാര്. ഇന്ന് കത്ത് നീതി കപ്പനേരിൽ പുരുതിക്ക് പൂത്തു നിന്നവരാര്. இந்த ஏரியா அந்த ஏரியா அந்த இடம் இந்த இடம் எனக்கு பயம் கிடையாது. இல்லையா ஐயா கேட்டா அப்படி அப்படியே கொண்டு இருந்து பாருங்க. सुना तुम्हारा माल ने मुझे हाथ बांध के मारा, थोड़ा बोलकर समझना है, थोड़ा मनाज करो तेरे साथ इतना लोग फिर तो डर है ना. அந்த பயம் இருக்கணும்டா. என் கையை வச்சு நான் பேர் கணக்கு முதல்ல ரிலீஸ் பண்ண காட்டிக்கோ பண்ண அந்த பயம் உனக்கு பிடிச்சிருக்கு. வயசு உனக்கு பெரியவங்க கெட்டவதெல்லாம் பேசுறேன் சொல்லிட்டு எங்க அப்பா